അങ്ങനെ നമ്മുടെ ഹെർമയോണി സത്യം പറഞ്ഞപ്പോൾ ഹാരിയോടും റോണിനോടൊന്നും അങ്ങനെ സംസാരിക്കണില്ല കേട്ടോ. കാരണം ഇന്നലെ ഹെർമയോണി ഒരുപാട് വട്ടം പറഞ്ഞതാ അങ്ങോട്ട് പോരുത് പോരുത് എന്ന്. എന്നിട്ടും അവർ പോയതിൻ്റെ ആ ഒരു ദേഷ്യം ഹെർമയോണിക്ക് ഉണ്ട്. അതുകൊണ്ട് ഹെർമയോണി ഇവരോട് ഇപ്പോൾ സംസാരിക്കണമൊന്നുമില്ല. ഹാരിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതായത് ആ ഒരു ഡോഗ് കാവൽ നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം നല്ലോണം ഹാരിക്കുണ്ട്. അങ്ങനെ ഇവർക്കൊരു ചാംസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ ക്ലാസ്സാണ്. അന്ന് ഇവർ എങ്ങനെയാണ് ഒരു സാധനത്തെ പറപ്പിക്കുക എന്ന് പഠിപ്പിക്കാൻ പോകുക. അതായത് ഒരു സാധനത്തെ മാജിക് ഉപയോഗിച്ച് നമുക്ക് തൊടാണ്ട് എങ്ങനെ പൊന്തിക്കാം. അപ്പോൾ ആദ്യം ഇവർ ലൈറ്റ് വെയ്റ്റ് സാധനങ്ങൾ, അതായത് ഒരു തൂവൽ എങ്ങനെ ഇവർക്ക് തന്നെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തിക്കാം, ഇതാണ് ഇവരുടെ ക്ലാസ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫസർ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റോണിൻ്റെ കൂടെ ഇടുന്നത് ഹെർമയോണിനെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ട് പേരിൽ ആർക്കാണ് ഇതിൽ കൂടുതൽ ദേഷ്യം എന്ന് സത്യം നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പറ്റില്ല. കാരണം റോണിന് ഹെർമയോണിനെ ഇഷ്ടമല്ല, ഹെർമയോണിക്ക് റോണിനെ ഇഷ്ടമല്ല. ഇവർ രണ്ടുപേർക്കും ഒരേ ഗ്രൂപ്പിലായതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. നമ്മുടെ ഹാരി ആണെങ്കിൽ സീമസ് എന്ന് പറയുന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ ഗ്രൂപ്പിലായിരുന്നു. അപ്പോൾ ഇത് സംഭവം അത്ര എളുപ്പമുള്ള പണിയൊന്നുമില്ല. അതായത് നമ്മുടെ പ്രൊഫസർ ആദ്യം ഒരു സ്പെല്ല് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന തൂവൽ തന്നെ പൊന്തണം. ഇതാണ് ഇവർ പഠിക്കാൻ പോണത്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ നോക്കിയിട്ടും അങ്ങോട്ട് പറ്റണില്ല. നമ്മുടെ റോണാണെങ്കിൽ എന്തൊക്കെ വിങ്കാഡിയം ലെവിയോസ, ഇതാണ് കേട്ടോ സ്പെല്ല്. ഈ വിങ്കാഡിയം ലെവിയോസ എന്ന് എന്തൊക്കെയോ പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് ശരിയാവണില്ല. അപ്പോൾ നമ്മുടെ ഹെർമയോണി പറഞ്ഞു കൊടുക്കും, അങ്ങനെയല്ല വിങ്കാഡിയം ലെവിയോസ, അത് ഓസ എന്നല്ല ലെവിയോസ, ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹെർമയോണി എന്ത് ചെയ്യാണ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെർമയോണിയുടെ മുന്നിൽ ഇരുന്നുണ്ടായിരുന്ന ആ ഒരു തൂവൽ തന്നെ പൊന്താൻ തുടങ്ങുകയാണ്. അപ്പോൾ പ്രൊഫസർ എല്ലാവരും ഹെർമയോണി നല്ല കയ്യടി കൊടുക്കാൻ പറയും. കാരണം ആദ്യം എടുത്ത് പൊന്തിച്ചത് ഹെർമയോണിയാണ്. റോണിനാണെങ്കിൽ ഇഷ്ടാവണേയില്ല. കാരണം റോണാണ് ആദ്യം പറഞ്ഞത്, റോണിന് ആദ്യം ചെയ്യാൻ കിട്ടിയില്ല. ഈ ഹെർമയോണി ഇങ്ങനെ പറഞ്ഞിട്ടാണ് റോണിന് ചെയ്യാൻ കിട്ടിയതെന്നൊക്കെ പറയുമ്പോൾ റോണിന് അങ്ങനെ ഇഷ്ടമാവണമെന്നില്ല കേട്ടോ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് തന്നെ റോൺ നേരെ ഹാരിയുടെ അടുത്ത് വന്ന് പറയും, അയ്യോ ആ ഹെർമയോണിനെ സഹിക്കാൻ ഭയങ്കര പാടന്നെ, അവളൊരു നൈറ്റ് മെയർ തന്നെയാണെന്ന് പറയുക. ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്ന് ഒരാൾ റോണിനെ തട്ടിയിട്ട് ഇങ്ങനെ പോണത് കാണും. നോക്കുമ്പോൾ ഹെർമയോണിയാവും. ഹെർമയുടെ കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളമായിരിക്കും. അതായത് ഹെർമയോണി ഇങ്ങനെ കരയാറായിട്ടുണ്ടാവും, കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് പോകുന്നുണ്ടാവുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോൺ ഇത്രയും നേരം പറഞ്ഞതൊക്കെ നമ്മുടെ ഹെർമയോണി കേട്ടു. ഹെർമയോണിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഹെർമയോണി വേഗം ഓടിപ്പോവുകയും ചെയ്ത്. അപ്പോൾ റോണ് സത്യം പറഞ്ഞാൽ ഹെർമയോണി ഇങ്ങനെ കരഞ്ഞു പോണ് കാണുമ്പോൾ കുറച്ചൊരു ഇതൊക്കെ തോന്നുമെങ്കിലും റോൺ പിന്നെ പറയും, അവൾ ശരിയായിക്കോളും, കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് ഇവർക്ക് അന്ന് ഹലോവീൻ വരാൻ പോകുക. അതായത് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഹലോവീൻ ആഘോഷിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോഗ്വേർട്സിൽ. അങ്ങനെ റോണും ഹാരിയും ഇതിലിങ്ങനെ ബിസി ആവുക. അങ്ങനെ ഇവർ ഹെർമയോണിയെക്കുറിച്ച് മറക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചില പെൺകുട്ടികൾ വന്ന് പറയണ നോക്കും, ഹെർമയോണി ഇവിടെ ഗേൾസ് ടോയ്ലറ്റിൽ ഇരുന്ന് കരയുകയാണ്, അവളെന്തോ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറയണത് ഇവർ കേൾക്കും. അപ്പോഴും നമ്മുടെ റോണിന് ഭയങ്കര ഒരു എന്തോ പോലെയാവും. കാരണം റോൺ പറഞ്ഞത് കാരണമാണല്ലോ ഹെർമയോണി ഇങ്ങനെ കരയണമെന്നുള്ളൊരു ഇത് വരുമെങ്കിലും റോൺ പിന്നെ അപ്പോഴേക്കും അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളും ആ ഫീസ്റ്റൊക്കെ വരുമ്പോൾ അവരത് വീണ്ടും മറക്കുക ഹെർമയോണിയെക്കുറിച്ച്. അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർക്ക് പ്രൊഫസർ ക്യുരൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതായത് തലപ്പാവ് വെച്ചൊരു പ്രൊഫസർ, ഇവർക്ക് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സ് എടുക്കുന്ന ആൾ. അയാൾ പെട്ടെന്ന് ഓടി വന്നിട്ട് ഇതാ ഒരു ട്രോള് വരുന്നുണ്ട് പറയുക. അതായത് ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു മോൺസ്റ്റർ പോലത്തെ ഒരു സാധനമാണ്. അവരത്ര വലിയ ശക്തിമാന്മാരൊന്നുമല്ല, പക്ഷെ നമുക്ക് കണ്ട പേടിയാവും. അങ്ങനെ വലിയൊരു ട്രോള് വരുന്നുണ്ട് പറയുക. പെട്ടെന്ന് കുട്ടികളെല്ലാം കൂക്കിയിട്ട് നമ്മുടെ ടീച്ചർമാരൊക്കെ കുട്ടികളെ ഇങ്ങോട്ട് ഒഴിവാക്കുക, എല്ലാവരും ലീഡേഴ്സിനെ ഫോളോ ചെയ്യൂ, ഇവിടുന്ന് വേഗം ഒഴിയൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകാൻ നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ഹാരി റോണിനോട് പറയുക, അയ്യോ നമുക്കെങ്ങനെ പോകാൻ പറ്റുക, ഹെർമയോണി അവിടെ അല്ലേ, ഹെർമയോണി ഇത് അറിഞ്ഞിട്ടില്ലല്ലോ, അവളിപ്പോഴും ഗേൾസ് ടോയ്ലറ്റിലല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും നോക്കില്ല. ഹെർമയോണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ അങ്ങോട്ട് പോവാതെ ഇവർ ഈ ടീച്ചർമാർ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകാണ്ട് ഇവർ നേരെ ഹെർമയോണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരെ ഉള്ളിലേക്ക് തന്നെ പോകും. ഉള്ളിലേക്ക് പോണ സമയത്ത് ഇവർ ഗേൾസ് ടോയ്ലറ്റിന് അങ്ങോട്ട് കയറാണ്ട് ഇവർക്ക് വേറെ വഴിയില്ല. കാരണം ഹെർമയോണി അവിടെയാണല്ലോ. അവിടെ കയറുമ്പോൾ അവിടെ നിൽക്കുന്നു ആ ഒരു ട്രോള് ഹെർമയോണിയുടെ മുന്നിൽ. നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവും. 12 അടി ഉയരവും എല്ലാം ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഹെർമയോണിയാണെങ്കിൽ പേടിച്ച് നിൽക്കുക അതിൻ്റെ മുന്നിൽ. അങ്ങനെയാണ് പെട്ടെന്ന് റോൺ എന്ത് ചെയ്യുകയാണ്, കയ്യിലുള്ള വാൻഡ് എടുത്തിട്ട് അപ്പളേ നമ്മുടെ ഹെർമയോണി പഠിപ്പിച്ചു കൊടുത്ത ഒരു സാധനമല്ലോ വിങ്കാഡിയം ലെവിയോസ, ഇതങ്ങോട്ട് ഹെർമയോണി പറഞ്ഞ പോലെ അങ്ങോട്ട് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തടിക്കഷ്ണം ഉണ്ടായിരുന്നു. ഈ തടിക്കഷ്ണം തന്നെ പൊന്തിയിട്ട് ഈ ട്രോളിൻ്റെ തലക്കിട്ട് അടിക്കുകയാണ്. അപ്പോൾ ആ ട്രോള് ആ ഒരു മിനിറ്റ് സെക്കൻഡിൽ ട്രോൾ അവിടെ എന്ത് ചെയ്യുക, അങ്ങോട്ട് വീണ് കിടക്കുകയാണ് ട്രോള്. ഈ ട്രോള് വലിപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ, അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, അത് അവിടെ അങ്ങനെ വീണ് കിടക്കുകയാണ് ഈ ട്രോള്. അങ്ങനെ ഹെർമയോണിനെ എന്ത് ചെയ്യണം, ഇവർ രക്ഷിക്കുകയാണ്. പക്ഷേ ഈ ശബ്ദം എല്ലാം കേട്ടിട്ട് അവിടെ പ്രൊഫസർ മെഗനഗലും എല്ലാവരും കൂടി ഓടി വരും. എന്നിട്ട് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയേഴ്സിനോട് പറഞ്ഞല്ലേ പുറത്ത് പോകാൻ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു ഫസ്റ്റ് ഇയറിന് ഒരു ട്രോളിനെ
എന്നെ നേരിടാൻ പറ്റുമെന്ന്, ഇത് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും പോയിൻ്റ് എടുക്കുമെന്ന് പറയുക. അങ്ങനെ 5 പോയിൻ്റ് ഗ്രിഫൻഡോറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമ്മുടെ ഹെർമേണി വന്ന് പറയുകയാണ്, ടീച്ചർ അത് ഞാൻ കാരണമാണ്, ഞാനാണ് ഇവിടെ നിങ്ങൾ പുറത്തു പോകാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെയാണ് നിന്നതുകൊണ്ടാണ് അവർ വന്നത്, അവർ വന്നുകൊണ്ടാണ് എന്നെ രക്ഷിച്ചത്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുക പോലും ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ഹെർമേണി എന്ത് ചെയ്യാണ്, ഇവരെ രണ്ടുപേരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഹെർമേണി റൂൾസ് തെറ്റിച്ച് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ റൂൾസിനെ കുറിച്ച് ഇങ്ങനെ റൂൾസ് നിയമം പാലിക്കണം എന്ന് പറഞ്ഞ ഹെർമേണി ആദ്യമായിട്ട് അന്ന് അങ്ങനെ അല്ലാതെ സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഹാരിയും റോണും ഞെട്ടിപ്പോവും, ഇത് ഹെർമേണി തന്നെയാണോ എന്ന് വരെ ചിന്തിക്കും. അങ്ങനെ നമ്മുടെ പ്രൊഫസർ മെഗനഗൽ എന്ത് ചെയ്യും, എന്തായാലും ഹെർമേണി നീ ഇവിടെ ഒളിച്ച് നിന്നത് കൊണ്ട് ഗ്രിഫൻഡോറിന് 5 പോയിൻ്റ് ഞാൻ എടുക്കണമുണ്ട്, അതേപോലെ തന്നെ ഹാരി റോണും വന്ന് നിന്നെ രക്ഷിച്ചതുകൊണ്ട് നിങ്ങളുടെ അമേസിങ് സ്കില്ല് കൊണ്ടാണ് നിങ്ങളിപ്പോൾ രക്ഷപ്പെട്ടത്, അതുകൊണ്ട് ഞാനൊരു 5 പോയിൻ്റ് ഗ്രിഫൻഡോഴ്സിന് തരുന്നുണ്ട് പറയുക. അങ്ങനെ അന്ന് ആ ട്രോളിൻ്റെ അടുത്തുനിന്ന് ഈ ഹാരിയും റോണും കൂടി ഹെർമേണി രക്ഷിക്കുകയാണ്. അതിനുശേഷം അന്ന് മുതൽ നമ്മുടെ ഹാരിയും റോണും ഹെർമേണിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുകയാണ്, അല്ലെങ്കിൽ അവരൊരു ഗ്യാങ്ങായി മാറുകയാണ്. ഇവർ 3 പേരും കട്ട ഫ്രണ്ട്സായിട്ട് മാറുകയാണ്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാരിക്കും റോണിനും ഹെർമേണി ഫ്രണ്ടായി കിട്ടിയതുകൊണ്ട് ഭയങ്കര ഉപകാരങ്ങളുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാരിക്ക് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇപ്പോൾ ക്വിഡിച്ച് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ ഹെർമേണി ഇല്ലാണ്ട് എങ്ങനെയാണ് ഹാരിയുടെ ഹോംവർക്കൊക്കെ ഹാരി ചെയ്ത് തീർക്കാൻ സത്യം പറഞ്ഞാൽ ഹാരിക്ക് പോലും അറിയില്ല. ഹെർമേണിയാണ് ഇരുത്തി ഹോംവർക്കൊക്കെ സഹായിച്ചു കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കും. ഹാരിനെയും റോണിനെയും ഒരിക്കലും ഹെർമേണി കോപ്പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. ഹെർമേണി എല്ലാം കൃത്യമായിട്ട് നോക്കും, അവർ രണ്ടുപേരും നന്നായി ചെയ്തിട്ടില്ലേ. അതേപോലെ തന്നെ ഹെർമേണി ഹാരിക്ക് ഒരു ബുക്ക് കൊടുക്കും, അത് ക്വിഡിച്ചിനെ കുറിച്ചിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഹാരിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു പുസ്തകമാണ് ആ ക്വിഡിച്ചിനെ കുറിച്ചുള്ള പുസ്തകം. ഇപ്പം ഹാരിക്ക് ഈ ഹോഗ്വാർട്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്വിഡിച്ചാണ് കേട്ടോ. എന്നും പ്രാക്ടീസ് ഉണ്ടാകും, അങ്ങനെ അവർക്ക് മാച്ചൊക്കെ ആവാറായി ഇരിക്കുകയാണ്. അങ്ങനെ ഈ ഹാരിക്ക് ഈ ക്വിഡിച്ച് ബുക്ക് എടുത്തു കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ സ്നേപ്പ് വന്നിട്ട് ഈ ബുക്ക് കയ്യിൽ നിന്ന് വാങ്ങും. നമ്മുടെ പ്രൊഫസർ സ്നേപ്പ് ഉണ്ടല്ലോ, എന്നിട്ട് സ്നേപ്പ് പറയുകയാണ്, ഇത് മറ്റേ റെസ്ട്രിക്റ്റഡ് സെക്ഷൻ ഓഫ് ലൈബ്രറി എന്നല്ലേ, ഇത് എടുക്കാൻ പാടില്ലല്ലോ, ഇത് എടുക്കാൻ പാടില്ലാത്ത ബുക്ക് എന്നാൽ നിങ്ങൾ എടുത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് വായിക്കാൻ സമ്മതിക്കാണ്ട് പിടിച്ചോണ്ട് പോവുക സ്നേപ്പ്. ഹാരിക്കാണെങ്കിൽ തീരെ പിടിക്കണില്ല, ഇയാൾ എന്തിനങ്ങനെ ഇടപെടാൻ വരണമെന്നുള്ള രീതിയിലാണ് ഹാരി ഒന്നും നോക്കില്ല, എന്തെങ്കിലും ചെയ്തിട്ട് സ്നേപ്പിൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് വേണം, അയാൾക്കിപ്പോൾ അത് വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നിട്ട് ഒരു ചിന്തയിൽ ഹാരി എന്ത് ചെയ്യാണ്, ഞാൻ പോയി ചോദിക്കാൻ പോവുക ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഹാരി ഒറ്റയ്ക്ക് ആ ബുക്ക് ചോദിക്കാൻ വേണ്ടി പോണ സമയത്ത് ഹാരി കാണുന്നത് ഈ സ്നേപ്പ് ഒരു റൂമിൻ്റെ ഉള്ളിലാകും. റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്തോ കാലിലൊക്കെ സ്നേപ്പിൻ്റെ ചോരുണ്ടാവും. എന്നിട്ട് സ്നേപ്പ് ഒരു സംഭവം പറയണത് ഹാരി കേൾക്കുകയാണ്, ആ 3 തരമുള്ള നായ അത് കാരണമാണെന്നോ അങ്ങനെ എന്തോ പറയണത് ഹാരി കേൾക്കും. സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ ഹാരിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വരികയാണ്. ഇനി ഇയാൾ ആ 3 തരമുള്ള നായ എന്തിനെയോ ഗാർഡ് ചെയ്യുകയാണെന്നാണല്ലോ പറയണത്, ഇനി അതിനെ മോഷ്ടിക്കാനാണോ ഈ സ്നേപ്പ് അവിടെ നടക്കുന്നത്? അതേപോലെ തന്നെ ഇന്നലെ മറ്റേ ട്രോള് വന്നുവല്ലോ, ഈ ഹെർമണിയെ രക്ഷിക്കാൻ പോണ സമയത്ത് എല്ലാ ടീച്ചർമാരും കുട്ടികളുടെ കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി അവരെ നോക്കുമായിരുന്നു. പക്ഷേ സ്നേപ്പ് മാത്രം ആ 3 തരമുള്ള ഡോഗുള്ള ആ ഒരു കോറിഡോറില്ലേ അങ്ങോട്ട് കയറി പോണത് ഹാരി കണ്ടു. ഇതെല്ലാം കൂട്ടി ആലോചിക്കുമ്പോൾ ഹാരിക്ക് സ്നേപ്പാണോ ഇനി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടാവുക എന്നൊരു ഡൗട്ട് വരിക. പെട്ടെന്നാണ് നമ്മുടെ സ്നേപ്പ് ഹാരിനെ കാണും, എന്നിട്ട് പറയും, ദേ ഒന്നും നിനക്ക് ബുക്ക് കിട്ടണമല്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോന്ന് പറയുകയാണ് ഹാരിയോട്. ഹാരി ഒന്നും നോക്കിയാൽ വേഗം പോയിട്ട് ഇതൊക്കെ റോണിനോടും ഹെർമയോനോടും പറയുകയാണ് സ്നേപ്പിന് ഇങ്ങനെ സംശയമുണ്ട് എന്നൊക്കെ. അപ്പം നമ്മുടെ റോണും ഹാരിയുടെ കൂടെ അതേ ഹാരി പറയണമൊക്കെ ശരി വെച്ച് നിൽക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ഹെർമയോണി പറയും, സ്നേപ്പ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, സ്നേപ്പ് നമ്മുടെ ടീച്ചറല്ലേ എന്ന് പറയുകയാണ് നമ്മുടെ ഹെർമയോണി. അപ്പോൾ റോൺ പറയുകയാണ് ഹെർമയോനോട്, നീ ശരിക്കും എന്താ ഇങ്ങനെ അല്ലേ, ടീച്ചർമാരെ അണിച്ചിട്ട് എല്ലാവരും സന്യാസിമാരല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ റോൺ ചോദിക്കുക. പക്ഷെ നമ്മുടെ ഹെർമയോണി ഉറപ്പിച്ചെന്നെ പറയും, സ്നേപ്പ് അങ്ങനെ ചെയ്യും തോന്നുന്നില്ല എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ഹാരിയുടെ ക്വിഡിച്ച് മാച്ചിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെ ഹാരി എന്ത് ചെയ്യാണ്, ആദ്യമായിട്ട് ഒരു സീക്കറായിട്ട് കളിക്കാൻ പോവുകയാണ് ക്വിഡിച്ച് മാച്ചിൽ. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും കാണാനുണ്ട്, കാരണം ഇവിടെ എല്ലാവരുടെയും ഹൗസാണല്ലോ. അങ്ങനെ ഹാരിയുടെ പുതിയ ബ്രൂം നിംബസ് 2000 ഒക്കെ മുകളിലിരുന്ന് കളിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എല്ലാവരും ഹാരി പോട്ടറിനെ കാണാൻ വേണ്ടി ഇരിക്കുക. കാരണം ഞാൻ പറഞ്ഞ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഇയറിൽ ഒരാൾ സീക്കറാവണത്. അങ്ങനെ ഹാരി പോട്ടർ കളിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഹാരിയുടെ ബ്രൂം ഉണ്ടല്ലോ, അതായത് ഹാരിയുടെ ആ ചൂല് ഇവർ പറഞ്ഞിട്ടാട്ടോ കളിക്കണം, ആ ബ്രൂമിലിരുന്നിട്ട് ആ ചൂല് ഒരു കൺട്രോൾ വിട്ട പോലെ ഇളകുക. അതായത് ഹാരിയുടെ കൺട്രോൾ അല്ലാണ്ട് ആ ബ്രൂം തന്നെ കിടന്ന് ഇളകുക, അങ്ങോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഹാരിക്ക് തന്നെ അറിയണില്ല എന്താ സംഭവിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഹാഗ്രിഡൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ ഹാഗ്രിഡ് അങ്ങനെ പറയും, ഈ ബ്രൂം ഇങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ, ഇത് ഇങ്ങനെ വരണമെങ്കിൽ ഒരേ ഒരു സംഭവമുള്ളൂ, ഡാർക്ക് മാജിക്. അതെ, ഡാർക്ക് മാജിക് അറിയാവുന്ന ഒരാൾക്ക് മാത്രം
മാത്രമേ ബ്രൂമിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മാജിക് ചെയ്യാൻ പറ്റൂ. ഒരിക്കലും ഒരു കുട്ടിക്ക്, അതായത് ഇത്രയും ഒരു ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ ആരോ ചെയ്യുകയാണെന്നുള്ള കാര്യം ഹാഗ്രിഡ് ഇങ്ങനെ പറയുക. പെട്ടെന്നാണ് നമ്മുടെ ഹെർമയോണി പറയുക, സ്നേപ്പ് അവിടെ എന്തോ ഒരു മന്ത്രം ഇങ്ങനെ ഉരുവിടുന്ന പോലെ ഹെർമയോണിക്ക് തോന്നുക. അതായത് സ്നേപ്പ് എന്തോ ഇങ്ങനെ പെറുപെറുപെറുക്കുന്നുണ്ടാവും, വായ ഇങ്ങനെ അനങ്ങണ് കാണും. അത് ഹെർമയോണിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും സ്നേപ്പ് എന്തോ മന്ത്രം ചൊല്ലുകയാണെന്ന്, അല്ലെങ്കിൽ എന്തോ ഒരു സ്പെല്ല് ചൊല്ലുകയാണെന്ന്. അപ്പം നമ്മുടെ ഹെർമയോണി എന്ത് ചെയ്യാണ്, വേഗം അതിനൊരു കൗണ്ടർ സ്പെല്ല് ചൊല്ലുക. അതായത് അതിനെതിരെ നമ്മുടെ ഹെർമയോണി ഒരു സ്പെല്ല് ചൊല്ലും. പെട്ടെന്ന് എന്തോ ഒരു ലൈറ്റ് അടിച്ചിട്ട് നമ്മുടെ ഹാരിയുടെ ബ്രൂം ശരിയാവുകയാണ്. അതായത് ഇപ്പോൾ ഹാരിയുടെ ബ്രൂം ശരിയായിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഹാഗ്രിഡ് പറയും, സ്നേപ്പ് എന്തിനാണ് അങ്ങനെ ചെയ്യണത്, സ്നേപ്പ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഓക്കെ സ്നേപ്പിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മുടെ ഹാഗ്രിഡ് പറയുക. പക്ഷെ നമ്മുടെ ഹെർമയോണി വരെ പറയും, അല്ല ഞാൻ കണ്ടു, സ്നേപ്പ് എന്തോ ഒരു സംഭവം ഒരു സ്പെല്ല് ചൊല്ലണം ഞാൻ കണ്ടു എന്ന് നമ്മുടെ ഹെർമയോണി പറയുകയാണ്. അപ്പോഴും നമ്മുടെ ഹാഗ്രിഡ് പറയും, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്തൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല, സ്നേപ്പ് അങ്ങനെയൊന്നും ചെയ്യില്ല പറയുക. അപ്പോഴേക്കും നമ്മുടെ ഹാരിയുടെ ഫസ്റ്റ് ഡേ മാച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഹാരി തിരിച്ചു വന്ന സമയത്ത് നമ്മുടെ ഹെർമയോണി ഹാരിയോടൊക്കെ പറയും, ഇങ്ങനെ സ്നേപ്പ് ചെയ്ത് കണ്ടതും ഹെർമയോണി ഒരു കൗണ്ടർ സ്പെല്ല് ചൊല്ലിയതും എല്ലാം ഹാരി പറയും. അപ്പോൾ തന്നെ ഹാരി പറയും, എനിക്ക് അയാളെ നല്ല സംശയമുണ്ട്. ഹാഗ്രിഡിനോട് പറയും കേട്ടോ ഹാരി, എനിക്ക് അയാളെ നല്ല സംശയമുണ്ട്, അയാൾ ആ 3 തലയുള്ള നായയുടെ അടുത്തേക്ക് പോണത് ഞാൻ കണ്ടു, അയാൾ എന്തോ ഒന്ന് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പറയുമ്പോൾ ഹാഗ്രിഡ് ചോദിക്കും, 3 തലയുള്ള നായയെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയണത്, അതെൻ്റെ ഫ്ലഫിയാണ് പറയുക. അപ്പം നമ്മുടെ ഹാരി ഫ്ലഫിയോ, സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു സാധനത്തിന് ഹാഗ്രിഡ് ഇട്ടിരിക്കുന്ന പേരാണ് ഫ്ലഫി, അത് ഹാഗ്രിഡിൻ്റെ പെറ്റാണെന്ന് പറയും കേട്ടോ ഹാഗ്രിഡ്. അപ്പോൾ നമ്മുടെ ഹാരി ചോദിക്കും, പെറ്റോ, അതെന്തിനാണ് ഹോഗ്വേർട്സിൽ നിൽക്കുന്നത്, അതെന്തിനാണ് കാവിൽ നിൽക്കുകയാണെന്ന് എനിക്കറിയാം, സ്നേപ്പ് അത് മോഷ്ടിക്കാൻ വെച്ചിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹാഗ്രിഡ് പറയും, എന്ത് സ്നേപ്പ് മോഷ്ടിക്കേ, നിങ്ങൾ ഒരിക്കലും അയാളെ സംശയിക്കരുത്, സ്നേപ്പ് എന്താണ്, സ്നേപ്പ് ഹോഗ്വേർട്സിലെ ഒരു ടീച്ചറാണ്, സ്നേപ്പ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല, ഡംബിൾഡോർ സ്നേപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്രയും നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറയുക. അപ്പോഴും നമ്മുടെ ഹാരിക്ക് ഇത് വിശ്വാസം വരുന്നില്ല. ഹാരി പറയുകയാണ്, അങ്ങനെയല്ല, സ്നേപ്പ് അതിൻ്റെ പിന്നാലെ തന്നെയാണ്. അപ്പം നമ്മുടെ ഹാഗ്രിഡിന് കുറച്ച് ദേഷ്യം വന്നിട്ട് ഹാഗ്രിഡ് പറയും, സ്നേപ്പ് എന്തിനാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നത്, ഇത് ഡംബിൾഡോറും നിക്കോളാസ് ഫ്ലെമിലും തമ്മിലുള്ള ഒരു ഡീലാണ് പറയുക. അപ്പോൾ നമ്മുടെ ഹാരി, നിക്കോളാസ് ഫ്ലെമിലോ, അതാരാ? പെട്ടെന്നാണ് ഹാഗ്രിഡിന് അബദ്ധം പറ്റിയത് മനസ്സിലാവുക. ഹാഗ്രിഡിൻ്റെ വായെന്ന് അറിയാണ്ട് വന്നു പോയതാണ് ആ പേര്, നിക്കോളാസ് ഫ്ലെയിമൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഹാരിക്ക് ഒരു കാര്യം തോന്നി, ഈ പേര് ഹാരി എവിടെയോ കേട്ടിട്ടുണ്ട്, നിക്കോളാസ് ഫ്ലെയിമൽ, പക്ഷേ എവിടെയാണെന്ന് മാത്രം ഹാരിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മുടെ ഹെർമയോണി പറയുകയാണ്, ഹെർമയോണി എന്ത് ഡൗട്ട് വന്നു ഹെർമയോണി ലൈബ്രറിക്ക് ഓടും. അതായത് ഹെർമയോണി ലൈബ്രറിയിൽ വായിക്കാത്ത പുസ്തകങ്ങൾ കുറവാണ്, അത്രയും ബുക്കുകൾ ഹെർമയോണി വായിക്കും. അപ്പോൾ ഹെർമയോണി പറയാം, നിക്കോളാസ് ഫ്ലെയിമൽ ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, നിക്കോളാസ് ഫ്ലെയിമൽ ആരാണെന്ന് തേടി പോവുകയാണ് നമ്മുടെ ഹാരി, റോണും ഹെർമയോണിയും. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ആയിരിക്കുകയാണ്. ഹെർമയോണിക്ക് വീട്ടിൽ പോയിട്ടോ. നമ്മുടെ ഹാരിക്ക് പിന്നെ എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ട് ഹാരി ഹോഗ്വേർട്സിൽ തന്നെ ഉണ്ട്. റോണും പിന്നെ ഹാരിനെ ഒറ്റയ്ക്കാക്കി പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് റോണും ഹോഗ്വേർട്സിൽ തന്നെ നിൽക്കുകയാണ് ക്രിസ്മസ് വെക്കേഷന്. അങ്ങനെ ഇവർ ഈ ഒരു സമയം മുഴുവനും ആ നിക്കോളാസ് ഫ്ലെയിമലിനെ കണ്ടുപിടിക്കണം. അത് ആരാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിലൊക്കെ തപ്പുക. പക്ഷെ അവിടെ ഒന്നും കാണാനില്ല ആരാ നിക്കോളാസ് ഫ്ലെയിമലിന്. ഇവരങ്ങനെ തപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് എത്തി. ക്രിസ്മസിന് ഗിഫ്റ്റുകൾ വരുമല്ലോ. അപ്പം നമ്മുടെ ഹാരി ഒരു ഗിഫ്റ്റും പ്രതീക്ഷിച്ചില്ല. ഹാരിക്ക് ഇന്നേ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടില്ല. കാരണം ഇതുവരെയുള്ള ക്രിസ്മസ് ഒക്കെ ഡെസ്ലീസിൻ്റെ വീട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഹാരി ഒന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഹാരിക്കും ഗിഫ്റ്റ് കിട്ടും. നമ്മുടെ റോണിൻ്റെ അമ്മ ഹാരിക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാവും. അത് തുറന്ന് നോക്കുമ്പോഴാണ് അതൊരു ക്ലോക്കാവും. അതായത് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ഒരു തുണി, നമുക്ക് തലയിൽ കൂടെ ഇടാൻ പറ്റുന്ന ഒരു തുണി. ആ തുണി എന്താ സാധനം എന്നൊന്നും അതിലില്ല. അതിൽ യൂസ് ഇറ്റ് വെൽ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അത് ആരാ അയച്ചത് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഹാരി വേഗം അതെടുത്ത് തലയിലിടുമ്പോൾ പെട്ടെന്ന് ഹാരി ഇൻവിസിബിൾ ആവും. ഇത് കണ്ടപ്പോഴാണ് റോൺ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് റോൺ പറയുക, ഹാരി ഇത് മറ്റേ സാധനമാണ്, ഇത് ഇൻവിസിബിലിറ്റി ക്ലോക്കാണ്. അതായത് ആ ക്ലോക്ക് നമ്മുടെ തലയിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻവിസിബിൾ ആവും, നമ്മളെ ആർക്കും കാണാൻ പറ്റില്ല. അപ്പം ഹാരിക്ക് ഇതങ്ങോട്ട് കണ്ടതും ഭയങ്കര പൂത്തിരി പോലെ ഐഡിയാസ് മനസ്സിൽ കത്തുക. കാരണം ഹാരി ഒരു കാര്യം വിചാരിക്കും, ഇതിട്ടിട്ട് മറ്റേ റെസ്ട്രിക്റ്റഡ് സെക്ഷനിൽ പോകണം ലൈബ്രറിയുടെ, എന്നിട്ട് നിക്കോളാസ് ഫ്ലെയിമലിനെ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ അന്ന് രാത്രി ഹാരി ഈ ക്ലോക്ക് ഇട്ടിട്ട് ഹോഗ്വേർട്സിൻ്റെ ലൈബ്രറിയിൽ അങ്ങോട്ട് പോവുക. റെസ്ട്രിക്റ്റഡ് സെക്ഷൻസിൽ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു വലിയൊരു ബുക്ക് കാണും റെസ്ട്രിക്റ്റഡ് സെക്ഷൻസിൽ. അതങ്ങോട്ട് എടുക്കാൻ നോക്കുമ്പോൾ ആ ബുക്ക് പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. സൗണ്ട് ഉണ്ടാക്കിയ ആൾക്കാർ കേൾക്കുമല്ലോ. അപ്പോൾ ഹാരി വീണ്ടും ആ ക്ലോക്ക് ഇട്ടിട്ട് ഓടി 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 ഹോഗ്വേർട്സിൻ്റെ ഏതൊക്കെയോ വഴിയിലെത്തും. അങ്ങനെ ഹാരി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹാരി ഇതുവരെ കാണാത്തൊരു റൂമിലാണ്. ഹാരിയുടെ നേരെ മുന്നിലൊരു കണ്ണാടി ഉണ്ടാവും. അതെ, ഒരു കണ്ണാടി. ഹാരി ആ കണ്ണാടിയുടെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഹാരിക്ക് ആ കണ്ണാടിയിൽ ഹാരിനല്ലേ കാണുക, കുറേ മനുഷ്യന്മാരെ കാണും. അതെ, ആ കണ്ണാടിയിലെ റിഫ്ലക്ഷൻ കാണുന്നത് ഒരുപാട് മനുഷ്യന്മാർ. അപ്പം ഹാരിക്ക് സത്യം പറഞ്ഞാൽ ഇത് ആരാ, കുറേ പേരുണ്ട്. ഹാരി അടുത്തടുത്ത് വന്ന് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഉണ്ട് ആദ്യം നിൽക്കണു. ആ സ്ത്രീയുടെ അടുത്തടുത്ത് വന്ന് നമ്മുടെ ഹാരി നോക്കുമ്പോൾ ഹാരിയുടെ അതേ കണ്ണാണ് ആ സ്ത്രീക്ക്. ആ സ്ത്രീ ഹാരിനെ നോക്കി ചിരിക്കണു, ചിലപ്പോൾ കരയണു, ചിരിക്കണു, അങ്ങനെയൊക്കെ ഹാരിക്ക് തോന്നുക. പിന്നെയാണ് ഹാരിക്ക് മനസ്സിലാവുക, അതെ ഇത് വേറെ ആരുമില്ല, ഹാരിയുടെ അമ്മയാണ്. അതെ, ലില്ലി പോട്ടർ. ഹാരിക്ക് മനസ്സിലാവുകയാണ് ഇത് ഹാരിയുടെ അമ്മയാണ്. ഹാരിയുടെ അതേ കണ്ണ് തൊട്ടപ്പുറത്തതേ ഇതേപോലെ മുടിയൊക്കെ ഇങ്ങനെ മുന്നിലേക്കിട്ട് കണ്ണടയൊക്കെ വെച്ച്
ഹാരിയെ പോലെ തന്നെയുള്ള ഒരാൾ, അതാണ് ജെയിംസ് പോട്ടർ. അതെ, ഹാരിയുടെ അച്ഛൻ. അവരുടെ പിന്നാലെ കുറേ ഹാരിയുടെ ഫാമിലി, അതായത് പോട്ടർ ഫാമിലിത്തെ ഒരുപാട് പേര്. ഹാരി സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ്. ആദ്യമായിട്ട് ഹാരിയുടെ അച്ഛനെയും അമ്മേനെയും കാണുകയാണ്. ഹാരിയുടെ അതേപോലത്തെ കണ്ണുകൾ ഹാരിയുടെ അമ്മയിലൂടെ ഹാരിയെ തിരിച്ച് നോക്കുകയാണ്. ഹാരിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ടും മതിയാവില്ല. ഹാരി അവിടെ തന്നെ ഇരിക്കും. അവിടെ തന്നെ ഇരുന്നിട്ട് ഒരുപാട് നോക്കും. ഹാരി അവരെ തൊടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും, പക്ഷെ പറ്റണില്ല. തൊടാനൊന്നും പറ്റണില്ല, കണ്ണാടിയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഹാരി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഹാരി പിറ്റേ ദിവസം വേഗം വന്നിട്ട് റോണിനോട് ഇതൊക്കെ പറയും. അപ്പോൾ റോണും സത്യം പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര അതിശയമാവും കേട്ടോ. അപ്പോൾ റോണും വിചാരിക്കും ഓക്കെ ഞാനും നിൻ്റെ ഫാമിലി കാണാൻ വരാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഹാരിയും റോണും കൂടി അതേ സ്ഥലത്തേക്ക് പോവുക. അപ്പോൾ ഹാരി പറയും നോക്ക് എൻ്റെ ഫാമിലി കാണുന്നില്ല കണ്ണാടിയിലേ പറയും. അപ്പോൾ നമ്മുടെ റോൺ വന്ന് നോക്കുമ്പോൾ റോണിന് ഹാരിയുടെ ഫാമിലിയിലൊന്നും കാണില്ല. പക്ഷേ റോണിന് വേറൊരു സംഭവം കാണും. റോൺ കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. റോണിൻ്റെ കയ്യിൽ മറ്റേ ക്യുഡിച്ച് കളിച്ച് ജയിച്ച കപ്പുണ്ട്. റോൺ അവിടുത്തെ ഹെഡ് ബോയ് ആണ്. ഇങ്ങനെയൊക്കെയാണ് റോണ് കാണുക. അതായത് ആ റിഫ്ലക്ഷനിൽ റോൺ ഇങ്ങനെ ഗ്രിഫൻഡോറിൻ്റെ കപ്പൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ് റോണിന് കാണാൻ പറ്റുന്നത്, ക്യുഡിച്ചിൻ്റെ. അപ്പോൾ റോണിനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഹാരിയുടെ ഫാമിലി കാണില്ല, പക്ഷേ ഇതാ കാണുന്നത്. പക്ഷേ ഹാരിക്ക് അതല്ല കാണുന്നത്. ഹാരിക്ക് കാണുന്നത് ഹാരിയുടെ ഫാമിലിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഹാരിക്ക് ഇതുവരെ മനസ്സിലാവണില്ല. പക്ഷേ ഹാരിക്ക് ഇതൊരു അഡിക്ഷനായിട്ടോ. പിറ്റേ ദിവസം വീണ്ടും ഹാരി, അതായത് എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഹാരി കണ്ണാടിൻ്റെ മുന്നിലേക്ക് പോകും. ഒന്നുമില്ല, വെറുതെ ഹാരിയുടെ ഫാമിലിയെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹാരി അതിനാണല്ലോ കാണുന്നത്. സത്യം പറഞ്ഞാൽ നിക്കോളാസ് ഫ്ലീമലിനെ കുറിച്ചൊക്കെ ഹാരി മറക്കും. അതെന്തേലും ആവട്ടെ, ഇനിയിപ്പോൾ സ്നേപ്പ് അടിച്ച് മാറ്റിയാൽ നമുക്ക് എന്താണെന്ന് വരെ ഹാരിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഹാരി എന്ത് ചെയ്യാണ്, ഈ കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിൽക്കുക എന്നും രാത്രി. അങ്ങനെ ഒരു ദിവസം ഹാരി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബാക്കിൽ ഒരാൾ ഇരിക്കുന്നത് കാണും. ഹാരി നോക്കുമ്പോൾ എന്താ വെള്ള താടിയും ആ സിൽവർ മുടിയൊക്കെ ആയിട്ട് നമ്മുടെ ഡംബിൾഡോറാണ്. പെട്ടെന്ന് ഹാരി കണ്ടപ്പോൾ ഒന്ന് പേടിക്കും, കാരണം ഇവരുടെ ഹെഡ് മാസ്റ്റർ ആണല്ലോ. ഹാരിയുടെ ഭാഗ്യത്തിന് ഡംബിൾഡോർ ചിരിച്ചോണ്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഹാരിക്ക് വലിയ കുഴപ്പമില്ല തോന്നും. അപ്പോൾ ഡംബിൾഡോർ പറയും എന്തായി അച്ഛനും അമ്മേനൊക്കെ കാണുന്നുണ്ടല്ലേ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹാരി ഞെട്ടിപ്പോവും. അപ്പോൾ ഹാരി ചോദിക്കും എങ്ങനെ എന്നെ കാണുന്നത്, കാരണം ഹാരി ക്ലോക്ക് ഇട്ടിട്ടായിരിക്കണം, ഇൻവിസിബിലിറ്റി ക്ലോക്ക്. അപ്പോൾ ഡംബിൾഡോർ പറയും എനിക്ക് ഇൻവിസിബിലിറ്റി ക്ലോക്ക് ഇട്ടാലും ആൾക്കാരെ കാണാൻ പറ്റും എന്ന് പറയുക. ആ ഡംബിൾഡോറിനെ നീല കണ്ണുകൊണ്ട് നോക്കുമ്പോൾ തന്നെ ഹാരിക്ക് മനസ്സിലാവും ഡംബിൾഡോറിന് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഹാരിയുള്ള സംശയങ്ങളൊക്കെ ചോദിക്കും. ഇതിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണുന്നുണ്ട്, പക്ഷേ റോണിന് കാണാൻ പറ്റുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഡംബിൾഡോർ പറയും ഈ മിററുടെ പേരാണ് ദ മിറർ ഓഫ് ഇറൈസ്ഡ് എന്നാണ് ആ മിററിൻ്റെ ഒരു പേര്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അതാണ് മിററിൽ കാണുക. അതായത് ഹാരിയുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഹാരിയുടെ അച്ഛനും അമ്മേനെയും കാണണം എന്നായിരുന്നു. കാരണം ഹാരി ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഹാരി ആ മിററിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഹാരിക്ക് ഹാരിയുടെ ഫാമിലി കാണാൻ പറ്റണത്. എന്നാൽ റോണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, ഈ എപ്പോഴും റോണിൻ്റെ ഏട്ടന്മാരുമായിട്ട് റോണിനെ കമ്പയർ ചെയ്തിട്ട് റോണിനെ എപ്പോഴും ചെറുതാക്കി കാണില്ല. അപ്പോൾ റോണിൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ ഹെഡ് ബോയ് ആവണം, അതേപോലെ തന്നെ ഇങ്ങനെ കപ്പടിക്കണം എന്നൊക്കെ. അപ്പോൾ അതാണ് റോണിന് കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അതാണ് അതിൽ കാണുക. അതായത് നമ്മുടെ ആഗ്രഹം നമ്മളെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മാൻ ആരാണോ, അതായത് ഒരു ആഗ്രഹവും ഇല്ലാത്ത, ആഗ്രഹം എല്ലാം സബലീകരിച്ച ഒരാളാണോ ആരാണോ അയാൾക്ക് മാത്രമാണ് ആ മിററിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ സ്വയം റിഫ്ലക്ഷൻ കാണുള്ളൂ. അതായത് സാധാ കണ്ണാടി പോലെ ആവുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇതാണ് കാണുക. അപ്പോൾ നമ്മുടെ ഹാരിക്കൊരു സംശയം, ഡംബിൾഡോറിന് എന്താ കാണുകയെന്ന്. സാറിന് എന്താ കാണുകയെന്ന് ചോദിക്കുമ്പോൾ ഡംബിൾഡോർ പറയും എനിക്ക് ഞാൻ നല്ലൊരു പെയർ ഓഫ് സോക്സ് ഇട്ട് നിൽക്കണ പോലെ എനിക്ക് തോന്നുക പറയും. ഒരാൾക്ക് എനിക്ക് എത്ര സോക്സ് കിട്ടിയാലും മതിയാവില്ല എന്നൊക്കെ നമ്മുടെ ഡംബിൾഡോർ പറയുന്നുണ്ടോ. പക്ഷേ ഹാരിക്ക് മനസ്സിലായി ഡംബിൾഡോർ ഒരു നുണ പറഞ്ഞതാണ്. കാരണം അത് അങ്ങനെ വരാൻ എന്തായാലും വഴിയില്ല. പിന്നെ ഹാരിക്കിന് മനസ്സിലായത് കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണല്ലോ, ഡംബിൾഡോർ എന്തായാലും ഉത്തരം പറയില്ല എന്ന് മനസ്സിലാവുകയാണ് നമ്മുടെ ഹാരിക്ക്. പിന്നെ ഡംബിൾഡോർ ഒരു കാര്യം കൂടി പറയും, ഇനി ഈ കണ്ണാടിയുടെ പിന്നാലെ വരണ്ട, ഇത് നമ്മൾ വിൽക്കാൻ പോവുകയാണ്, ഇത് അത്ര സേഫ് ഒന്നല്ല കണ്ണാടി. ഒരുപാട് പേര് ഇതിൽ അഡിക്റ്റ് ആവാറുണ്ട്. അതായത് ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടി ഒരു പരിശ്രമിക്കാണ്ട് ഇത് കണ്ട് അതിൽ അഡിക്റ്റായി പോവാറുണ്ട്. അതുകൊണ്ട് ഇനി ഈ കണ്ണാടിയുടെ പിന്നാലെ വരണ്ടെന്നും കൂടി നമ്മുടെ ഡംബിൾഡോർ ഹാരിക്കൊരു വാണിങ്ങും കൂടി കൊടുക്കുകയാണ്. പിന്നെ ഹാരി സത്യം പറഞ്ഞാൽ കണ്ണാടിയുടെ പിന്നാലെ പോയിട്ടില്ല, കാരണം ഡംബിൾഡോർ പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെയൊന്നും ഹാരിക്ക് മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല. ഹാരി പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് എണീക്കുകയാണ് ഈ രാത്രി. ആ കണ്ണാടിയിലൂടെ കണ്ട കാഴ്ചകളും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് എണീക്കുമ്പോൾ റോൺ പറയുകയാണ് ശരിയാണ് ഡംബിൾഡോർ പറഞ്ഞത്, കണ്ണാടി അത്ര നല്ലതൊന്നല്ല. അത് കണ്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത് ഹാരിക്ക് മെൻ്റലി ഭയങ്കര ആ ഒരു ഇതന്നെ ഇങ്ങനെ ഓർമ്മ വരികയാണ് ഹാരിക്ക്. അപ്പോൾ റോൺ പറയും എന്തായാലും നന്നായി പറയുകയാണ്, അത് ഇവിടുന്ന് കൊണ്ടുപോയത് നന്നായി പറയുക നമ്മുടെ റോൺ. അങ്ങനെ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞു, നമ്മുടെ ഹെർമേണി തിരിച്ചു വന്നു. ഹെർമേണിക്ക് സത്യം പറഞ്ഞാൽ ഇവർ ഇപ്പോഴും നിക്കോളാസ് ഫ്ലീമലിനെ കുറിച്ച് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ നെവിലെ ലോങ് ബോട്ട് ഉണ്ടല്ലോ, ഈ ചോക്ലേറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടല്ലോ, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാവും. ഈ ചോക്ലേറ്റ് ഫ്രോഗ് എന്ന് പറഞ്ഞ മിഠായി കഴിച്ചിട്ട് ഈ നെവിലിന് കിട്ടിയ കാർഡ് നെവിൽ ഈ പറയുന്ന ഹാരിക്ക് കൊടുക്കുക. അതിൻ്റെ ഉള്ള ഓരോ കാർഡ് ഉണ്ടാവില്ല, ഓർമ്മയില്ല, ഫസ്റ്റ് ഇവർ ട്രെയിനിലിരിക്കുമ്പോൾ ഹാരി ആദ്യം കഴിച്ച മിഠായി. അങ്ങനെ ഹാരി ഈ കാർഡ് എടുക്കുമ്പോൾ ഹാരിക്ക് വീണ്ടും ഡംബിൾഡോറിനെ കിട്ടിയത്. അപ്പോൾ ഹാരി പറയും എൻ്റെ ഓൾറെഡി ഡംബിൾഡോർ ഉണ്ട്, എനിക്ക് ആദ്യം ഡംബിൾഡോറിനെ തന്നെ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് അത് തിരിച്ച് വാങ്ങിക്കുമ്പോഴാണ് ഹാരിക്ക്
പെട്ടെന്ന് കത്തുക. അതെ, നിക്ലാസ് ഫ്ലേമൽ എന്ന് പറഞ്ഞ ആ ഒരു പേര് അത് ഹാരി കണ്ടത് ഈ കാർഡിലാണ്. ആ ഫസ്റ്റ് ദിവസം ആ കാർഡ് പൊളിച്ചിട്ട് ആ ഒരു സംഭവം വായിക്കുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ട് ഡംബിൾഡോർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൽ നിക്ലാസ് ഫ്ലേമലിൻ്റെ കൂടെ ആൽക്കമി ചെയ്തിട്ടുണ്ട് ഡംബിൾഡോർ. അതെ, ആ ഒരു സംഭവം അത് വായിച്ചത് ഹാരിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. എനിക്ക് കണ്ടുപിടിച്ചു. അപ്പം തന്നെ നമ്മുടെ ഹെർമിയോണി ശരി എനിക്കൊരു കാര്യം ഓർമ്മ ഒന്നും പറഞ്ഞിട്ട് വേഗം റൂമിൽ പോയിട്ട് വലിയൊരു ബുക്ക് എടുത്തിട്ട് വരിക. ഞാനിത് ടൈം പാസിന് വെറുതെ ചെറുതായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ബുക്കാണ് വരിക. അപ്പോൾ റോൺ സത്യം പറഞ്ഞാൽ ബുക്ക് കണ്ട് ഞെട്ടിപ്പോട്ടോ, ഇതാണോ ഇവള് ചെറുതായിട്ടുള്ള വായന? കാരണം വലിയൊരു ബുക്കാണ്, ഇതെങ്ങനെ ഇവള് ചെറുതായിട്ട് വായിക്കണമെന്ന് നോക്കുക നമ്മുടെ റോൺ. അങ്ങനെ അപ്പം നമ്മുടെ ഹെർമിയോണി വന്നിട്ട് ആ ഒരു പുസ്തകത്തിൽ നിക്ലാസ് ഫ്ലേമലിനെ കുറിച്ചിട്ട് വായിച്ചു കൊടുക്കുകയാണ്. ഈ നിക്ലാസ് ഫ്ലേമലാണ് ആൽക്കമി ചെയ്ത് ഫിലോസഫർ സ്റ്റോൺ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഫിലോസഫർ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഒരു കല്ലാണ്. അതായത് ഈ കല്ല് ആരുടെ കയ്യിലുണ്ടോ അയാൾ ഒരിക്കലും മരണപ്പെടില്ല, ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ഈ നിക്ലാസ് ഫ്ലേമിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ ഹാരിക്ക് മനസ്സിലാവുകയാണ്, ഓ ഈ സാധനമാണ് ആ 3 തരമുള്ള നായ അവിടെ കാവൽ നിൽക്കണത്. അപ്പോൾ ഇവർക്ക് എല്ലാതും കണക്ഷൻ കിട്ടുകയാണ്. അതെ ഇങ്ങനെയാണ്, ഇതാണ് സംഭവം എന്ന് അവർക്ക് മനസ്സിലാവുക. അപ്പോൾ ഹാരിക്ക് ഇപ്പോഴും സംശയമുണ്ട് കേട്ടോ, ഈ സ്നേപ്പ് ആ ഒരു സാധനം അടിച്ചു മാറ്റാൻ നോക്കണില്ലേ എന്നുള്ളൊരു സംശയം ഹാരിക്ക് നല്ല രീതിയിലുണ്ട്. അങ്ങനെ ഇവരുടെ ക്യുഡിച്ച് മാച്ച് നടക്കുകയാണ്. അതെ, ഫൈനൽ മാച്ച്. അങ്ങനെ ആ ക്യുഡിച്ച് മാച്ചിൽ നമ്മുടെ ഹാരി ജയിക്കുകയാണ്. അതായത് ഹാരി നന്നായി കളിച്ച് ഗ്രിഫൻഡോർ ജയിക്കുകയാണെന്ന് സത്യം പറഞ്ഞാൽ ഹാരിക്ക് ഭയങ്കര സന്തോഷമാവും. ഇനി ആരും ഹാരി വെറുതെ ഫേമസ് പറയില്ലല്ലോ. ഇപ്പം ഹാരി ഫേമസ് ആവാനൊരു കാരണമുണ്ട്. അതെ, ഇപ്പം ഹാരി അധ്വാനിച്ച് കിട്ടിയൊരു ഫെയിമാണ്. ഹാരിക്ക് ഭയങ്കര സന്തോഷമാവും. മറ്റേതെല്ലാവരും ഹാരി പോട്ടറിന് വെറുതെ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഹാരിക്ക് എന്തോ പോലെയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഹാരിനെ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഹാരി തന്നെ സ്വയം അധ്വാനിച്ചൊരു കാരണം. അതിന് ഹാരിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹാരി ഒരു വർത്തമാനം കൂടി ഹാരിക്ക് മനസ്സിലാവും. ഹാരി ഒരു സംഭവം അറിയും. അതായത് ഈ സ്നേപ്പ് ഈ പറയുന്ന ഫിലോസഫർ സ്റ്റോണ് ഈ മോഷ്ടിക്കുന്നുണ്ടോ എന്നാണല്ലോ നമ്മുടെ ഹാരിയുടെ സംശയം. അതൊന്നും കൂടി ബലപ്പെടുത്തുകയാണ്. അതായത് ഈ സ്നേപ്പും ക്യുരലും കൂടി തമ്മിൽ എന്തോ ഹാരി കേൾക്കും. അങ്ങനെ അതിൽ ഹാരിക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ക്യുരൽ, അതായത് നമ്മുടെ പ്രൊഫസർ ക്യുരൽ ഉണ്ടല്ലോ, ആ തലപ്പാവൊക്കെ വെച്ചിട്ടുള്ള ആൾ, അയാളാണ് ഈ സ്നേപ്പിനെ ഈ ഫിലോസഫർ സ്റ്റോൺ എടുക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഈ പ്രൊഫസർ ക്യുരൽ തടഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, ഈ പ്രൊഫസർ ക്യുരൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സ്നേപ്പിനെ ഫിലോസഫർ സ്റ്റോൺ എടുക്കാൻ പറ്റാത്തത് എന്ന് നമ്മുടെ ഹാരി അങ്ങോട്ട് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മുടെ റോണിനും ഹെർമിയോനോടൊക്കെ വന്ന് പറയും കേട്ടോ. അങ്ങനെ അവരിത് വിശ്വസിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും നമ്മുടെ ഹെർമിയോണിക്കൊന്നും ഇപ്പോഴൊരു ഒരു ഉറപ്പില്ല, സ്നേപ്പ് അങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു തന്നെയാണ്. പക്ഷെ അവർ കണ്ടുവരുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവും, സ്നേപ്പിനെ ഒരിക്കലും അത് എടുക്കാൻ സമ്മതിക്കരുത്. അത് ഡംബിൾഡോർ അവിടെ സേഫായിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ്, സ്നേപ്പിനെ ഒരിക്കലും അത് മോഷ്ടിക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കാര്യം തീരുമാനിക്കും. ആ ഒരു നായ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലഫി, അതായത് ഹാഗ്രിഡ് അതിൻ്റെ പേരിട്ടിരിക്കുന്നത് ഫ്ലഫി എന്നാണല്ലോ. ഈ ഫ്ലഫീനെ എങ്ങനെ കടന്നു പോകാം, അതായത് ഫ്ലഫീനെ എങ്ങനെ നേരിടണം, ആ ഫ്ലഫീനെ തോൽപ്പിച്ചാൽ മാത്രമാണ് ഒരാൾക്ക് ആ ഫ്ലഫിയുടെ കാലിൻ്റെ താഴെ ഒരു വാതിലുണ്ടല്ലോ, ആ വാതിൽ തുറന്ന് താഴേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മുടെ ഫിലോസഫർ സ്റ്റോൺ ഇരിക്കണത്. അപ്പോൾ നമ്മുടെ ഹാരിക്ക് അറിയണം ആ ഫ്ലഫീനെ എങ്ങനെ കടക്കാം എന്ന്. അതറിയുന്ന ഒരേ ഒരാൾ ഹാഗ്രിഡാണ്. അപ്പോൾ ഇവരൊന്നും നോക്കില്ല, നേരെ എന്ത് ചെയ്യാണ്, ഹാഗ്രിഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹാഗ്രിഡ് സത്യം പറഞ്ഞത് പറഞ്ഞു കൊടുക്കുകയില്ല. അപ്പോൾ ഹാഗ്രിഡ് പറയും, അതാർക്കും അറിയില്ല, എനിക്കും പിന്നെ ഡംബിൾഡോറിനും മാത്രമേ അറിയുള്ളൂ, വേറെ ഒരാൾക്കും അറിയില്ല ഫ്ലഫീനെ എങ്ങനെ കടക്കുക എന്ന് പറയുകയാണ്. പിന്നെയാണ് ഹാഗ്രിഡ് ഒരു കാര്യം ആലോചിക്കുക. അതായത് ഏതോ ഒരു സമയത്ത് കുറേ നല്ല പാർട്ടിയൊക്കെ കൂടുന്ന സമയത്ത് ഹാഗ്രിഡിൻ്റെ കൂടെ ഒരു സ്ട്രേഞ്ചർ വന്നിരുന്നുണ്ടായിരുന്നു. അതാരാന്ന് സത്യം പറഞ്ഞാൽ ഹാഗ്രിഡ് പോലും അറിയില്ല. അപ്പോൾ ഹാഗ്രിഡ് അന്ന് ചെറുതായിട്ട് ബോധമില്ലാത്ത സമയത്ത് ഈ ഒരാളോടും കൂടി ആ ഒരു സംഭവം പറഞ്ഞിരുന്നു. അതിന് ഹാഗ്രിഡിന് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അത് ആരോടാ പറഞ്ഞതെന്ന് ഹാഗ്രിഡിന് സത്യം പറഞ്ഞാൽ അറിയില്ല. അത് ആരാ വന്ന് ചോദിച്ചതെന്നൊന്നും ഹാഗ്രിഡിന് അറിയില്ല. പക്ഷേ ഹാഗ്രിഡ് ഒരു കാര്യം പറയും, ഹാരിയോടും ഹെർമിയോനോടും റോണിനോടും പറയും, നിങ്ങൾ സ്നേപ്പിനെ വെറുതെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്നേപ്പ് ഒരിക്കലും ഇത് മോഷ്ടിക്കാൻ നോക്കില്ല, കാരണം ഡംബിൾഡോർ ട്രസ്റ്റ് ഹിം എന്ന് പറയുകയാണ് നമ്മുടെ ഹാഗ്രിഡ്. പക്ഷെ നമ്മുടെ ഹാരിക്ക് ഉറപ്പായിരുന്നു ആ സ്ട്രേഞ്ചർ വേറെ ആരുമില്ല, സ്നേപ്പാണ്. അതെ, സ്നേപ്പാണ് അന്ന് ആ തുണിയൊക്കെ ഇട്ട് ഹാഗ്രിഡ് അടുത്ത് വന്നിരുന്നതും. ഹാഗ്രിഡ് ആ ഒരു സംഭവം, അതായത് ഈ ഫ്ലഫിനെ എങ്ങനെ കടക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് സ്നേപ്പിനോട് തന്നെയാണ് എന്ന് ഹാരിക്ക് ഭയങ്കര ഉറപ്പായിട്ട് തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹാരിയുടെ തലയിലുള്ള ഒരു സ്കാർ ഉണ്ടല്ലോ, ആ സ്കാറും ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്. ഇതിന് മുന്നേയും ഹാരിക്ക് ചെറുതായിട്ടൊക്കെ എപ്പോഴെങ്കിലൊക്കെ വേദനിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഹാരിക്ക് ഒരിക്കലും വേദനിച്ചിട്ടില്ല. അത്രയും വേദന, അതായത് ആ സ്കാർ വേദനിച്ചുകൊണ്ടേയിരിക്കുക. ഇവർക്കാണെങ്കിൽ പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ പരീക്ഷ വരുന്ന സമയത്ത് ഹെർമിയോണിക്ക് ഫുള്ള് റിവിഷനാണ് കേട്ടോ, ഇവരൊക്കെ റിവൈസ് ചെയ്യിപ്പിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഹാരിക്ക് ഭയങ്കര വേദന, കാരണം ഹാരിക്ക് വേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അത്രയും വേദന ആ സ്കാറിന്. ഏതാണെന്നൊന്നും ഹാരിക്ക് മനസ്സിലാവണില്ല. അവസാനം ഹാരി കണ്ടുപിടിക്കുകയാണ്. അതായത് ഈ സ്നേപ്പ് ഈ ഫിലോസഫർ സ്റ്റോൺ എടുക്കുന്നത് വെറും മരണപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ ഫിലോസഫർ സ്റ്റോൺ എടുക്കുന്നത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, വേറെ ആർക്കുമല്ല, വോൾഡമോർട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെ, ഹാരി അവസാനം അത് മനസ്സിലാക്കി എടുക്കുകയാണ്. ഹാരിയുടെ ഈ സ്കാർ വേദനിക്കാനുള്ള കാരണം, അതായത് എപ്പോഴൊക്കെ വോൾഡമോർട്ട് അടുത്തെത്താറാവുന്നോ അപ്പോഴാണ് ഹാരിയുടെ സ്കാർ വേദനിക്കണത്. ഇതും കൂടി കേട്ടപ്പോൾ ഹാരിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷനാവുക, പേടിയാവുക. ഇനി ഒരു തരത്തിലും സ്നേപ്പിനെ ആ ഫിലോസഫർ സ്റ്റോൺ എടുക്കാൻ സമ്മതിക്കരുത് എന്നിവർ 3 പേരും കൂടി ഉറപ്പിക്കുകയാണ്. അപ്പം ആദ്യമൊക്കെ ഹെർമയോണി കുറേ പറയും, പോണ്ട പോണ്ട, അതൊന്നും പോണ്ട പറയുമ്പോൾ ഹാരി പറയുകയാണ് പിന്നെ പോവാണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്നേപ്പ് ആ കല്ലെടുക്കും, വോൾഡമോർട്ട് തിരിച്ചു വരും, വോൾഡമോർട്ട് തിരിച്ചു വന്നിട്ട് എന്നെ വീണ്ടും കൊല്ലും, ഇതിനാണോ നീ വേണ്ട വേണ്ട എന്ന് പറയണത് ചോദിക്കുമ്പോൾ ഹെർമയോണി പിന്നെ ഒന്നും പറയില്ല. ഹെർമയോണി പറയുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം, നീ ഒറ്റയ്ക്ക് എന്തായാലും പോകണ്ട, ഞങ്ങളും വരിക എന്ന് പറയുക. അപ്പോൾ റോൺ പറയും അതെ ഞങ്ങളും വരാം, പക്ഷെ നീ ആ പേര് പറയണമെന്ന് നിർത്ത് ഹാരി പറയുക. ഈ വോൾഡമോർട്ട് ഇങ്ങനെ പേര് ഉച്ചരിക്കാതെ ആ പേര് പറയല്ലേ എന്ന് പറയുകയാണ്. പക്ഷേ ഹാരി അത് കേൾക്കില്ല. ഹാരിക്ക് സത്യം പറഞ്ഞാൽ പേര് പറയാതിരിക്കുമ്പോഴാണ് കൂടുതൽ പേടിയാവണത്. എന്തിന് പേര് പറയാൻ പേടിക്കണം എന്നൊരു ചിന്തയാണ് ഹാരിക്ക്. അപ്പോൾ ഹാരിക്ക് ഈ സ്കാർ വേദന അധികമായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹാരി എന്ത് ചെയ്യാണ്, വീണ്ടും ഹാഗ്രിഡിൻ്റെ അടുത്ത് പോവുകയാണ്. അങ്ങനെ ഹാഗ്രിഡ് ഒരു ഇന്നസെൻ്റ് ആളാണല്ലോ, അതായത് ഒന്ന് കുത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഹാഗ്രിഡിൻ്റെ വായിൽ നിന്ന് എല്ലാം വീഴും. അങ്ങനെ കുത്തി ചോദിച്ചിട്ട് ഹാഗ്രിഡിൻ്റെ വായിൽ നിന്ന് ഹാരിക്ക് അത് വീണ് കിട്ടുകയാണ്. വേറൊന്നുമില്ല, ഫ്ലഫീനെ എങ്ങനെ കിടക്കണമെന്ന്. സംഭവം ഇതാണ് മ്യൂസിക്. അതായത് ഈ ഫ്ലഫിയുടെ അടുത്ത് ഒരു ഫ്ലൂട്ട് കിടക്കുന്നുണ്ട്. ഈ ഫ്ലൂട്ട് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ എന്തൊരു പാട്ടായാലും മതി, എന്താവും ഫ്ലഫി അവിടെ ഉറങ്ങി കിടന്നോളും. അപ്പോൾ ഈ ഒരു സംഭവം മനസ്സിലാക്കിയതും നമ്മുടെ ഹാരി വേഗം ഓടുകയാണ്. എന്തിന്, ഡംബിൾഡോറിനെ കാണണം, ഡംബിൾഡോറിൻ്റെ കാര്യം പറയണം. കാരണം ഇപ്പം പഴയ പോലെയല്ല, ഇവർ ആദ്യം വെറുതെ സ്നേപ്പ് പിടിച്ച് മാറ്റുകയെന്ന് ഇവർക്ക് വിചാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇത് വോൾഡമോർട്ട് ഇൻവോൾവ് ചെയ്യുന്ന സാധനമാണ്. വോൾഡമോർട്ട് പുറത്ത് വന്ന ഹാരി കൊല്ലുന്നുള്ള കാര്യം ഉറപ്പാണ്. ഹാരിക്ക് വോൾഡമോർട്ടിനോട് ഭയങ്കര ദേഷ്യം കേട്ടോ, കാരണം വോൾഡമോർട്ടാണ് ഹാരിയുടെ അച്ഛനും അമ്മയും കൊന്നത്. ഹാരി എന്ത് ചെയ്യണം, വേഗം ഡംബിൾഡോറിനെ കാണണം, ഡംബിൾഡോറിനോട് എല്ലാം പറയണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഡംബിൾഡോർ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യും, പ്രൊഫസർ മെഗനഗലേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വേറെ വഴിയില്ലാണ്ട് മെഗനഗലിനോട് പറയും ഞങ്ങൾ ഈ ഫിലോസഫർ സ്റ്റോണിനെ കുറിച്ചിട്ടാണ് പറയണത്. പറയുമ്പോൾ മെഗനഗൽ ഞെട്ടിപ്പോവുക, നിങ്ങൾക്ക് എങ്ങനെ അതിനെക്കുറിച്ച് അറിയണത്, ഡംബിൾഡോർ എന്തായാലും ഇപ്പോൾ അവിടെ ഇല്ല, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അങ്ങോട്ട് പോവുക വേണ്ട പറയുക. പക്ഷേ ഹാരി വേറെ നിവർത്തിയില്ല, കാരണം സ്നേപ്പ് ഒരിക്കലും അത് എടുക്കരുത്, ഇതായിരുന്നു ഹാരിയുടെ ആഗ്രഹം. അങ്ങനെ ഹാരിയുടെ കൂടെ നമ്മുടെ റോണും ഹെർമയോണിയും ഇവർ 3 പേരും കൂടിയിട്ട് ആ ഫ്ലഫി ഉണ്ടായിരുന്ന ആ ഒരു വാതിലേക്ക് വീണ്ടും പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഇവർ ഹാഗ്രിഡ് പറഞ്ഞതുപോലെ, ഹാഗ്രിഡ് അറിയാണ്ട് പറഞ്ഞതാട്ടോ, അല്ലാണ്ട് ഇവർ പോണച്ചിട്ട് പറഞ്ഞു കൊടുത്തതല്ല ഹാഗ്രിഡ്. ഈ ഹാരി എന്ത് ചെയ്യും, ഹെർമയോണി എടുത്ത് ആ ഫ്ലൂട്ട് എടുത്ത് കൊടുക്കും. അങ്ങനെ ഹെർമയോണി ആ ഫ്ലൂട്ട് വായിക്കുമ്പോൾ ആ മ്യൂസിക് കേട്ട ആ ഒരു പോയിന്റിൽ നമ്മുടെ ഫ്ലഫി അവിടെ ഉറങ്ങി വീഴുകയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിലേക്ക് പോകും, ഇവർ 3 പേരും കൂടിയിട്ട്. അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചെറിയ സ്ഥലം നല്ലതായിട്ട് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. ചെസ്സ് കളിച്ച് തോൽപ്പിക്കണമായിരുന്നു. അതിന് നമ്മുടെ റോണുണ്ട്, റോൺ അവിടെ ചെസ്സ് കളിച്ചിട്ട് ഇവർ അടുത്ത ലെവലിലേക്ക് കിടക്കും. പിന്നെ നമ്മുടെ ലോജിക്കലി കുറേ ബുദ്ധി വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിന് നമ്മുടെ ഹെർമയോണി ഉണ്ട്, ഹെർമയോണി ഇതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അവസാനത്തെ ഭാഗം എത്തി. അതായത് ഇവർ ആ ഫിലോസഫർ സ്റ്റോൺ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം അങ്ങോട്ട് നമ്മുടെ ഹാരി പോവുകയാണ്. അങ്ങോട്ട് പോണ സമയത്ത് നമ്മുടെ ഹാരി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ, കാരണം ഹെർമയോണി റോണും അവിടെ തന്നെ ഉണ്ടാവും. ഹാരിയാണ് അങ്ങോട്ട് പോവുക. ഹാരി അങ്ങോട്ട് പോണ സമയത്ത് അവിടെ ഓൾറെഡി ഒരാൾ നിൽക്കുന്നുണ്ടാവും. ഹാരിക്ക് ഉറപ്പായിരുന്നു അത് സ്നേപ്പാണെന്ന്. പക്ഷെ തിരിയുമ്പോഴാണ് മനസ്സിലാവുക അത് സ്നേപ്പല്ല, അത് ക്യുരലാണ്. അതെ, ആ തലപ്പാവും വെച്ച ഒരു പ്രൊഫസർ ഇല്ലേ, നമ്മുടെ പ്രൊഫസർ ക്യുരലാണ്. ഇവർക്ക് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സ് എടുക്കുന്ന പ്രൊഫസർ ക്യുരലാണ് അവിടെ നിൽക്കുന്നുണ്ടാവുക. ഹാരി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും, കാരണം ഹാരി ഒരിക്കലും ക്യുരലിനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ക്യുരൽ നേരെ തിരഞ്ഞിട്ട് പോട്ടർ എത്തിയോ, എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഹാരി ഭയങ്കര ഞെട്ടിപ്പോവാൻ കേട്ടോ. ഹാരി സ്നേപ്പല്ലേ. അപ്പോൾ ഈ ക്യുരൽ പറയും സ്നേപ്പോ, അയാൾ ഇവിടെ വരുമെന്ന് തോന്നുന്നുണ്ടോ, അയാളല്ല, ഞാൻ നിന്നെ അന്ന് നീ കിടിച്ച് കളിക്കുന്ന സമയത്ത് നിന്നെ കൊല്ലാൻ നോക്കിയതാ, പക്ഷേ അയാളാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറയുക. അപ്പോൾ ഹാരി ഞെട്ടിപ്പോവും. അതായത് അന്ന് ഇവരുടെ മാച്ച് ഉണ്ടാകുന്ന സമയത്ത് ഹാരിയുടെ ആ ബ്രൂം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ഇല്ലാണ്ട് ഇളകിയിട്ട് ഈ സ്നേപ്പ് എന്തോ സ്പെല്ല് ചൊല്ലണ പോലെ കണ്ടിട്ട് ഈ ഹെർമയോണി തിരിച്ച് ചൊല്ലി പറഞ്ഞില്ലേ. സംഭവം ഈ സ്നേപ്പ് ചൊല്ലണത് ക്യുരലിനെതിരെയുള്ള സ്പെല്ലായിരുന്നു. അതായത് ഈ ക്യുരലാണ് എന്തോ സ്പെല്ല് ചൊല്ലിയിട്ട് ഹാരിയുടെ ആ ഒരു ബ്രൂം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ടുണ്ടാവുക. അപ്പോൾ സ്നേപ്പ് ഈ സ്പെല്ല് ചൊല്ലിയിട്ടുണ്ടായത് അതിനെതിരെയുന്നത് ഹാരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാരിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഹാരി പറയും അങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ, കാരണം ഈ സ്നേപ്പിന് എന്നെ ഇഷ്ടമല്ല, സ്നേപ്പിനെ നോക്കണതിന് ഒരുമാതിരി ഇഷ്ടമല്ലാത്ത പോലെയാണ്, പിന്നെ എന്തിനാ സ്നേപ്പിനെ രക്ഷിക്കാൻ നോക്കണമെന്ന് പറയുക. അപ്പോൾ നമ്മുടെ ക്യുരൽ പറയും ശരിയാ, സ്നേപ്പിന് നിന്നെ ഇഷ്ടമൊന്നുമല്ല, കാരണം എന്തോ നിൻ്റെ അച്ഛനും ഈ സ്നേപ്പൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്, ജെയിംസും ഈ സ്നേപ്പൊക്കെ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷേ എന്തായാലും സ്നേപ്പിന് നീ മരിക്കണം എന്നൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ പറയുന്ന ക്യുരൽ. സത്യം പറഞ്ഞാൽ ഹാരിക്ക് എല്ലാം പാടെ കേട്ടിട്ട് ആകെപ്പാടെ കൺഫ്യൂഷൻ ആവണം കേട്ടോ. അപ്പോഴാണ് ഹാരി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ക്യുരൽ നിൽക്കുന്നത് ആ കണ്ണാടിയുടെ മുന്നിലാണ്. അതെ, ഈ ഹാരിയുടെ അച്ഛനും അമ്മേനെയും കണ്ട ഒരു കണ്ണാടിയുടെ മുന്നിൽ. അങ്ങനെ
ഹാരി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന കണ്ണാടി നോക്കുകയാണ്. അപ്പോൾ ഹാരിക്ക് മനസ്സിലായി ഇയാൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണം എന്തിനാണ്, ഫിലോസഫർ സ്റ്റോൺ കാണാൻ. അതായത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അതാണല്ലോ അതിൽ കാണുക. പക്ഷേ ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല. അതായത് ഫിലോസഫർ സ്റ്റോൺ എവിടെ ഇരിക്കുന്നതെന്ന് കാണാൻ ഇയാൾക്ക് പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ഇയാളുടെ ആഗ്രഹം ഫിലോസഫർ സ്റ്റോൺ എടുത്ത് വോൾഡമോർട്ടിന് കൊടുക്കണം എന്നാണ്. അതാണ് ഇയാളുടെ ആഗ്രഹം, അതാണ് ഇയാൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഹാരിക്ക് അങ്ങനെയല്ല. ഹാരിയുടെ ആഗ്രഹം എന്താ, ഫിലോസഫർ സ്റ്റോൺ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ഹാരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഫിലോസഫർ സ്റ്റോൺ ഇയാൾ എടുക്കുന്നതിന് മുന്നേ കണ്ടുപിടിക്കണം എന്നാണ്. അതുകൊണ്ട് ഹാരി ഇപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഹാരിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്റ്റോൺ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഹാരിയോട് ഈ ക്യുരൽ പറയുകയാണ്, നീ ആ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുക പറയുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഹാരി നിൽക്കില്ല. പെട്ടെന്നാണ് ഈ ക്യുരലിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ശബ്ദം എന്ന് പറയുമ്പോൾ ഈ ക്യുരലിൻ്റെ ആ ഒരു തലപ്പാവ് ഉണ്ടല്ലോ, ആ തലപ്പാവ് സംസാരിക്കുക. ആ തലപ്പാവ് പറയുകയാണ് യൂസ് ദ ബോയ് എന്ന് പറയുക. അപ്പോൾ ഹാരി സത്യം പറഞ്ഞാൽ ആ ശബ്ദം കേട്ട് പേടിക്കും. ഒരു മനുഷ്യൻ്റെ ശബ്ദമല്ല, എന്തോ ഒരു തരം ശബ്ദം. ഈ ശബ്ദം കേൾക്കുമ്പോഴേ ഹാരിയുടെ സ്കാറ് ഈ പൊട്ടിപ്പൊളിയണ വേദന പറയില്ലേ, അങ്ങനെ വേദനിക്കുകയാണ്. പിന്നെ ഹാരി എന്ത് ചെയ്യും, വേറെ നിവർത്തിയൊന്നും ഇല്ലാണ്ട് ആ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഹാരിക്ക് ഹാരിയുടെ പോക്കറ്റിൽ ആ ഫിലോസഫർ സ്റ്റോൺ ഉള്ള പോലെ കാണാൻ പറ്റും. അതായത് ആ കണ്ണാടിയിൽ റിഫ്ലക്ഷൻ കാണുന്നത് ഇങ്ങനെയാണ്, ഹാരി ഫിലോസഫർ സ്റ്റോൺ കാണും, ഹാരിയുടെ പോക്കറ്റിലുള്ള പോലെ ഹാരിക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ക്യുരൽ ചോദിക്കും എന്താ കാണുന്നതെന്ന്. അപ്പോൾ ഹാരി പക്ഷേ കള്ളം പറയും, ഞാൻ ഡംബിൾഡോറിന് ഷൈക്ക് ഹാൻഡ് കൊടുക്കുന്നതാണ് കാണുന്നത് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ആ തലപ്പാവ് സംസാരിക്കുക. അവൻ കള്ളം പറയുകയാണെന്ന് ആ തലപ്പാവ് സംസാരിക്കും. ഈ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഹാരിയുടെ തല അങ്ങനെ ആ സ്കാറ് പൊളിഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ക്യുരൽ ആ തലപ്പാവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം വരും. ക്യുരലിനോട് പറയുകയാണ്, നീ പോയിട്ട് ആ കുട്ടിയെ പിടിച്ച് കൊണ്ടുവന്ന് കെട്ട്, അങ്ങനെ എന്തോ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹാരിക്ക് ഒരു നിവൃത്തിയില്ല. ഈ ക്യുരൽ എന്ത് ചെയ്യാണ്, വന്നിട്ട് ഹാരിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരാൻ നോക്കുക. പക്ഷേ ക്യുരലിന് ഹാരിയെ തൊടാൻ പറ്റില്ല. ക്യുരൽ തൊടുന്തോറും ഈ ക്യുരലിൻ്റെ കൈയൊക്കെ പൊള്ളി പോവാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊള്ളി പോവുക. പെട്ടെന്ന് ഈ ക്യുരലിൻ്റെ തലയിലുണ്ടായിരുന്ന തലപ്പാവൊക്കെ താഴെ വീണപ്പോഴാണ് ക്യുരലിൻ്റെ തല വല്ലാണ്ട് ചുങ്ങുക. ഈ ക്യുരലിൻ്റെ തലയുടെ ബാക്കിൽ വേറൊരു രൂപം. അതായത് ഹാരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത്. അപ്പോഴാണ് ഹാരി മനസ്സിലാക്കുക, അതായത് ഇത്രയും നേരം ഈ ക്യുരലിൻ്റെ തലപ്പാവിൽ ഇരുന്നുണ്ടായിരുന്ന വേറെ ആരുമല്ല, വോൾഡമോർട്ടാണ്. അതായത് വോൾഡമോർട്ട് അന്ന് ഹാരിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അപ്രത്യക്ഷമായില്ലോ. പക്ഷേ ഹാരിയുടെ അച്ഛനും അമ്മേനെയും മാത്രമല്ലേ കൊല്ലാൻ പറ്റിയുള്ളൂ. അതിനുശേഷം ഈ വോൾഡമോർട്ടിന് ഒരു ശരീരമില്ല. അപ്പോൾ ഈ വോൾഡമോർട്ടിന് വേറെ ഏതെങ്കിലും ഒരു ശരീരം വേണം. അങ്ങനെയാണ് ഈ ക്യുരലിൻ്റെ ശരീരം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ശരീരം തിരഞ്ഞെടുക്കുന്ന ആൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും വരും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഹാരിക്ക് ഇത് കണ്ടത് ഭയങ്കര പേടിയാവുകയാണ്, ഭയങ്കര എന്തോ പോലെ. ഇപ്പോൾ ഇത്രയും കാലം ഈ ക്യുരലിൻ്റെ കൂടെ വോൾഡമോർട്ട് ഉണ്ടായിരുന്നു ആ തലപ്പാവിൽ. ഇതൊക്കെ ഹാരിക്ക് ഇപ്പോഴും റിയലൈസേഷൻ വരുന്നത്. ഹാരിക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും, ഈ ക്യുരലിന് ഹാരിയെ തൊടാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. അതായത് എപ്പോഴൊക്കെ ക്യുരൽ ഹാരിനെ തൊടാൻ പറ്റുന്നോ അപ്പോഴൊക്കെ ഈ കൈ പൊള്ളിപ്പോവാണ് ക്യുരലിൻ്റെ. അത് എന്തുകൊണ്ടാണെന്നൊന്നും ഹാരിക്ക് മനസ്സിലാവണില്ല. പെട്ടെന്ന് ഹാരി കണ്ണ് തുറക്കുമ്പോൾ ഹാരി ഇതേ ഹോഗ്വാർട്സിൻ്റെ ഹോസ്പിറ്റൽ റൂമിലാണ്. കണ്ണ് തുറക്കുമ്പോൾ അതേ മുകളിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഡംബിൾഡോറിൻ്റെ നീല കണ്ണുകൾ നോക്കിയിട്ടാണ് ഹാരി കണ്ണ് തുറക്കുന്നത്. അങ്ങനെ ഹാരി ചോദിക്കുക, ഫിലോസഫർ സ്റ്റോൺ എവിടെ, ഞാനെങ്ങനെ ഇവിടെ വന്നു, എനിക്ക് ഒരു കൂട്ടം സംശയങ്ങളുണ്ട് ഹാരിക്ക്. അപ്പോൾ നമ്മുടെ ഡംബിൾഡോർ പറയും, ഫിലോസഫർ സ്റ്റോണൊക്കെ ഞാൻ എടുത്ത് മാറ്റി, ഞാനാണ് നിന്നെ ആ സമയത്ത് തന്നെ വന്നിട്ട് ക്യുരലിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയതെന്നൊക്കെ പറയും നമ്മുടെ ഡംബിൾഡോർ. അപ്പോൾ ഹാരിക്കാണെങ്കിൽ മനസ്സിൽ ഒരു കൂട്ടം ചോദ്യങ്ങളുണ്ട്, എന്തുകൊണ്ടാണ് ക്യുരലിന് എന്നെ തൊടാൻ പറ്റാണ്ടിരുന്നത് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഡംബിൾഡോർ പറയും, വേറൊന്നും കൊണ്ടല്ല, അതായത് നിൻ്റെ അമ്മ മരിച്ചത് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് ആ ഒരു സ്നേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ. വോൾഡമോർട്ടിന് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരേ ഒരു വികാരം അതാണ് ഈ സ്നേഹം. അതായത് ഈ പറയുന്ന സ്നേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ അതൊരിക്കലും വോൾഡമോർട്ടിന് തൊടാൻ പറ്റില്ല. വോൾഡമോർട്ടിന് ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാധനമാണ് അത് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അമ്മയുടെ ഒരു പ്രൊട്ടക്ഷനാണ് നിന്നെ രക്ഷിച്ചതെന്ന് പറയുകയാണ് നമ്മുടെ ഡംബിൾഡോർ. അപ്പോൾ നമ്മുടെ ഹാരി ചോദിക്കും, ആ കണ്ണാടി നോക്കിയപ്പോൾ എങ്ങനെയാണ് ആ കല്ല് എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ആ കല്ല് എങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്ന് ചോദിക്കുകയാണ്. അതായത് ഈ കണ്ണാടി നോക്കുന്ന സമയത്ത് ഹാരിയുടെ പോക്കറ്റിൽ കല്ലിരിക്കണ പോലെ കാണും. അതുമാത്രമല്ല റിയലി പോക്കറ്റിൽ കല്ലുള്ള പോലെ വരെ ഹാരിക്ക് തോന്നും. അതായത് ശരിക്കും ഹാരിയുടെ പോക്കറ്റിൽ ആ കല്ലപ്പോൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഡംബിൾഡോർ പറയും, അത് സംഭവം ഡംബിൾഡോർ ചെയ്തു വെച്ചൊരു മാജിക്കാണ്. അതായത് ഈ കണ്ണാടി നോക്കുമ്പോൾ ഈ ഹാരിക്ക് ഒരിക്കലും ആ ഒരു സാധനം ഉപയോഗിക്കണം എന്നില്ല. അത് എവിടെ ഇരിക്കണമെന്ന് കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് ഒരിക്കലും അത് വരില്ല. അത് ജസ്റ്റ് കാണണം എന്ന് വിചാരിക്കുന്ന ഒരാളുടെ കയ്യിലേക്കാണ് അതപ്പോൾ വന്നത്. അങ്ങനെയാണ് ഹാരിയുടെ കയ്യിൽ അത് കിട്ടിയത്. അതേപോലെ തന്നെ ഡംബിൾഡോർ വേറൊരു കാര്യം കൂടി പറയും, ആ കല്ല് ഞാൻ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുകയാണ്. കാരണം വേറൊരാളുടെ ജീവന് ആപത്ത് വരുന്ന ഒരു സാധനം നമുക്ക് ആവശ്യമില്ല. പിന്നെ നിക്കോളാസ് ഫ്ലെയിമലിന് ഇഷ്ടംപോലെ ഇതിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട്, അത് ഓൾറെഡി അയാളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവസാനമായി ഇവരുടെ ഫസ്റ്റ് ഇയർ അവസാനിക്കുകയാണ്. ഫസ്റ്റ് ഇയർ അവസാനിക്കുന്ന സമയത്ത്
ഗ്രിഫൻഡോറിന് ഡംബിൾഡോർ ഒരുപാട് പോയിൻറ്റ്സ് കൊടുക്കും. ഒന്ന്, ഹാരിയുടെ ഈ കറേജിന്, അതായത് ഈ ഭയങ്കര ധൈര്യം കാണിച്ചിട്ട് ആ ഫിലോസഫർ സ്റ്റോൺ രക്ഷിക്കാൻ പോയതിന്, റോൺ അവിടെ ചെസ്സ് കളിച്ച് ജയിച്ചതിന്, ഹെർമിയോണി അവിടെ ഭയങ്കര ലോജിക്കലി എല്ലാം സോൾവ് ചെയ്തതിനൊക്കെ എന്ത് ചെയ്യാണ് നമ്മുടെ ഡംബിൾഡോർ ഇവർക്കൊക്കെ ഭയങ്കര പോയിൻറ്റ്സ് കൊടുക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഫസ്റ്റ് ഇയർ കഴിയുകയാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഇവർ ആ 9-3/4 പ്ലാറ്റ്ഫോമിൽ വന്ന് ഇറങ്ങും. അങ്ങനെ ഡസ്ലീസ് അത് ഹാരിനെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെർമിയോണിക്ക് ഇവരുടെ എക്സ്പ്രഷൻ കണ്ട് ഭയങ്കര അത്ഭുതപ്പെടും കേട്ടോ. എങ്ങനെ ഒരാൾ ഇങ്ങനെ ചിരിക്കാതിരിക്കണത്, ഇവർക്ക് എന്താ ഹാരി വന്നിട്ട് ഒരു സന്തോഷം ഇല്ലയെന്ന് വരെ ഹെർമിയോണിക്ക് തോന്നും. അങ്ങനെ ഹാരി പറയും, പേടിക്കൊന്നും വേണ്ട, ഇവർക്ക് അറിയില്ല ഹോഗ്വാർട്സിന് പുറത്ത് മാജിക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. എന്തായാലും ഞാൻ വെക്കേഷൻ കുറേ ആ ഡൂഡ്ലിനിട്ട് കുറച്ച് കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാരി എന്ത് ചെയ്യാണ്, പോവുകയാണ്. അങ്ങനെ ഇവരുടെ ഫസ്റ്റ് ഇയർ കഴിയുകയാണ്. ഒരു കാര്യം കൂടി നമ്മുടെ ഡംബിൾഡോറിനോട് ഹാരി അപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും കേട്ടോ, എന്തുകൊണ്ടാണ് വോൾഡമോർട്ടിന് അന്ന് എന്നെ കൊല്ലാൻ പറ്റാതിരുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഡംബിൾഡോർ പറയും ഹാരിയോട്, ഇപ്പം എനിക്കത് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു സമയത്ത്, ഒരു കാലത്ത് നീ അതറിയും, നീ തന്നെ അറിയും, അപ്പം നീ അറിഞ്ഞാൽ മതി എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബുക്ക് അവസാനിക്കുന്നത്. ഹാരിയുടെ ഫസ്റ്റ് ഇയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഫിലോസഫർ സ്റ്റോൺ എന്ന് പറഞ്ഞ ബുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഈ ഹാരി പോട്ടർ വേൾഡിലേക്ക് നമ്മളെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബേസ് മാത്രമാണ് കാണിക്കുന്നത്. സെക്കൻഡ് പുസ്തകം മുതലാണ് ഭയങ്കരമായിട്ടുള്ള സ്റ്റോറികൾ വരുന്നുണ്ട്. സെക്കൻഡ് പുസ്തകം മുതൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹാരിനെ സ്ലിതറിലേക്ക് ഇടാമെന്ന് ആ ഹാറ്റ് പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ സെക്കൻഡ് പുസ്തകത്തിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഈ ഒരു ഫസ്റ്റ് പുസ്തകത്തിൽ നിർത്തുകയാണ്. വ്യൂസും കമൻസും എല്ലാം കുറവായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിർത്തുകയാണ്. സോ നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വായിക്കൂ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും യൂസ് ആയിട്ടെങ്കിൽ മാത്രമാണ് ഞാൻ സെക്കൻഡ് പുസ്തകം ഇടുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നേരം അല്ലെങ്കിൽ ഇത്രയും എപ്പിസോഡുകളും ഹാരി പോട്ടർ ഞാൻ ഇത് കണ്ടവരോടൊക്കെ താങ്ക് യു ഫോർ വാച്ചിങ്.